ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കാട്ടിലേക്കൊരു യാത്ര പോകുകയാണ്. ദേടാ നോക്ക്, കള്ളിമുൾച്ചെടി. കാടിനുള്ളിലുള്ള അപ്പൂൻ്റെയും അച്ഛൻ്റെയും കളിസ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ അവരിന്ന് കൊണ്ടുപോകുന്നത്. അപ്പൂൻ്റെയും അച്ഛൻ്റെയും ഇൻസ്ട്രക്ഷൻസ് വളരെയധികം ശ്രദ്ധയോടെ കേട്ടിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ദേടാ നോക്ക്, വലിയൊരു കുഴി. കാടിനുള്ളിൽ വളരെയധികം അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇതുപോലുള്ള വലിയ കുഴികൾ. നമ്മൾ അറിയാതെ അതിൽ ചെന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. ഞങ്ങൾ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും നമ്മുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ മതിൽ കണ്ടു. മതിൽ നോക്കി നടന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, പാമ്പിൻ്റെ ഹിസ്സിങ് സൗണ്ട്. അതിനുശേഷം അമ്മുവിന് ഭയങ്കര ടെൻഷനായി. പിന്നെ അമ്മു ഓരോ ചുവടും വളരെ ശ്രദ്ധയോടായിരുന്നു വെച്ച് നടക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു വലിയ ഇറക്കം ഇറങ്ങിയിട്ട് മാത്രമേ അവരെ കളിസ്ഥലത്ത് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഇറക്കം വളരെ ശ്രദ്ധയോടെ ഇറങ്ങിയില്ലെങ്കിൽ താഴെ കാണുന്ന ആ കുഴിയിലേക്ക് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ആദ്യം അമ്മു ആ സ്ലോപ്പ് ഇറങ്ങി, പിന്നെ ഞാനും ഇറങ്ങി. വളരെ കെയർഫുൾ ആയിട്ട് ഞങ്ങൾ അവരുടെ കളിസ്ഥലത്തേക്ക് നടന്നു നീങ്ങി. ഇവരെങ്ങനെയാണോ ഈ കാടിനുള്ളിൽ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈവനിങ് സമയത്ത് ഇവരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇവിടെയാണ് വന്ന് ക്രിക്കറ്റ് കളിക്കാറ്. ഈ കാണുന്ന കല്ലുണ്ടല്ലോ, ഇതാണ് കാടിന്റെ അതിർത്തി. സൂക്ഷിച്ചു നോക്കിയാൽ അതിനുള്ളൊരു മുഖം ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏത് ഭാഷ? ഈ ഭാഷയുടെ മീനിങ് എന്താണെന്ന് അവനോട് പിന്നീടാണ് പറഞ്ഞു തന്നത്. അവൻ പറഞ്ഞ ഭാഷയുടെ മീനിങ് ഇത്ര മാത്രമേ ഉള്ളൂ. പണ്ട് ഇവിടെ താമസിച്ച ഏതൊരു കാട്ടുവാസിയുടെ രൂപമാണ് അതിലുള്ളതെന്നാണ് അവൻ പറയുന്നത്. ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവന് മാത്രമേ ആ ലാംഗ്വേജ് അറിയുള്ളൂ. അവരിത് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ഞാൻ അവരടിക്കുന്ന ഓരോ ബോളിനും കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കമൻട്രി അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അവരെന്നെ ബോൾ പറക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഞാൻ ബോൾ തപ്പെടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും അമ്മു കാട്ടിലെ ഏതൊരു പൂ പറിച്ചിട്ട് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ മരങ്ങൾക്കൊക്കെ എന്ത് ഹൈറ്റാന്നേ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സൈസിനെ പറ്റി ഒരു മരം കണ്ടുപിടിച്ചിട്ട് അതിൽ ഞണ്ടി പിടിച്ച് കയറാൻ ശ്രമിച്ചു തുടങ്ങി. പറയണ പോലെ ഒന്നും അല്ല കേട്ടോ, ഇത് കയറാൻ അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ്. അമ്മൂസ് മരത്തമ്മ കയറാണ്ടപ്പോൾ എനിക്കൊരു മോഹം മരത്തമ്മ കയറാൻ. അപ്പം ഞാനും കയറി. ഇവിടെ നിന്നവരെ കളി കാണാൻ നല്ല രസമാട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ. ദേ പോണു 6. ഇപ്പോൾ കേട്ടതും ഏതൊരു പ്രാചീനമായിട്ടുള്ള ലാംഗ്വേജിൽ പെട്ടതാണ്. ഇങ്ങനെയാണ് ഗൈസ് ഒരു വടി എടുത്ത് പൊക്കുക. പിന്നെ ഞാൻ അവർക്കൊരു ടാസ്ക് കൊടുത്തു. അപ്പു വെച്ചും ബോൾ എടുക്കാൻ പോയപ്പോൾ അവരുടെ ബാറ്റ് ഞാൻ ഒളിപ്പിച്ച് വെച്ചു. ആ ഒളിപ്പിച്ച് വെച്ച ബാറ്റ് കണ്ടുപിടിക്കലാണ് ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത്. എന്നാലേ അവർക്ക് തുടർന്ന് കളിക്കാൻ പറ്റുള്ളൂ. അപ്പു വെച്ചും വളരെയധികം പരതിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ അമ്മൂസ് അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. അമ്മൂസിനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരു കായ കണ്ടു. വളരെയധികം ഒട്ടിപ്പിടിക്കുന്ന ഒരു കായ. പണ്ട് ആളുകൾ ഇത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ സാധനങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കാം, അറിയില്ല. നമ്മൾ ഈ കളിസ്ഥലത്ത് നിന്ന് വീണ്ടും തിരിച്ചു പോകണമെങ്കിൽ നേരത്തെ ഇറങ്ങിയ സ്ലോപ്പ് വീണ്ടും തിരിച്ച് കയറണം. ഇറങ്ങാൻ ഇത്തിരി എളുപ്പമാണെങ്കിലും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു എളുപ്പ വഴി കണ്ടുപിടിച്ചു. അത് അമ്മൂസാണ് അത് കണ്ടുപിടിച്ചത്. ക്രിക്കറ്റ് കളി ഞങ്ങൾക്ക് മടുത്തപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. കിളികളുടെയും പട്ടികളുടെയും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ നിമിഷം. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, വഴി അറിയാത്തപ്പോൾ നമ്മൾ ആരെയും വിളിക്കുക? മാപ്പിനെ. പക്ഷിക്കാടിനുള്ള എവിടെ നിന്ന് മാപ്പ് കിട്ടാനാ? ഇതാരത്? കരിമ്പുലിയുടെ കുട്ടിയാ, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കളിസ്ഥലത്തേക്ക് പോയപ്പോൾ കുറച്ച് അടയാളങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അടയാളങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ പിന്നെ നടന്നത്. പണ്ട് കാലത്ത്